ദാവത്ത് ദീനെ പറ്റിയിട്ട് ഇന്നും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. SSKF-ഉം സുന്നത്ത് ജമാഅത്തിനും രണ്ടും ഒന്നാക്കണം. എല്ലാ നേതാക്കളോട് പറഞ്ഞു നിങ്ങൾ കളിക്കല്ല. ഇതിന്റെ രഹസ്യം നിങ്ങൾക്കറിയാവോ? അന്ന് എറണാകുളത്തുള്ള സന്ദർഭത്തിൽ ഞാൻ AP-ന്റെ കൂടെ അല്ല, അന്നും ഞാൻ സ്നേഹിച്ചത് EK ഉസ്താദിനെയാണ്. ഷേഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് മകനാക്കാട്ടി അധികം എന്നെ സ്നേഹിച്ചിരുന്നു മഹാനവർകൾ. കുട്ടിച്ചേര പോയി. ഞാൻ വളരെ സന്തോഷത്തോട് എറണാകുളം ഒരു സമ്മേളനമുണ്ട്, അത് വിജയിക്കുമെന്ന് എനിക്ക് തോന്നില്ല, EK ആയിരിക്കും വിജയിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് വലിയുള്ളാഹി മടൂർ അബൂബക്കർ മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിറൽ അസീസ് ഉടനെ എണീച്ചിരുന്നു. പറഞ്ഞേ തോബ ചെയ്യുക, തോബ ചെയ്യുക. മുഖം ചോന്നുപോയി. എല്ലാം കൂടി പേടിച്ച് ഞാൻ പറഞ്ഞു തോബ ചെയ്തു. മുസ്ലിയാരെ, എന്താണ് നിങ്ങൾ പറയുന്നത്? EK നിങ്ങൾ അമ്മാമനല്ലേ? പറഞ്ഞു ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്, ഉള്ളാളം തങ്ങൾ AP വിഭാഗം ഹക്കാണ്. ഹക്ക് ഹക്കാവ്. എറണാകുളം സമ്മേളനം വിജയിക്കൂ. CM ഇബ്രാഹിം പോവുക, എറണാകുളം പ്രസംഗിക്കുക. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങോട്ട് എന്തെങ്കിലും പറയാനുണ്ടോ? ഉടനെ ഞാൻ ഇറങ്ങി. അന്ന് കോൺഗ്രസിന്റെ ഏറ്റവും വലിയ നേതാവാണ് ഈ പറഞ്ഞ BB അബ്ദുള്ള കോയ. ഉടനെ എനിക്ക് ഫോൺ ചെയ്തു, CM അവർകളെ നിങ്ങൾ പോവാൻ പാടില്ല. ഞാൻ പറഞ്ഞു മഹാനവർകളെ, എന്റെ ഹൈക്കമാൻഡ് എനിക്ക് ഉത്തരവ് കൊടുത്തു കഴിഞ്ഞു, ഞാൻ പോവാണ്ട് നിൽക്കാൻ പറ്റൂല. അതിന്റെ ശേഷം കരുണാകരൻ വിളിച്ചു. കരുണാകരൻ പറഞ്ഞു ഹൈക്കമാൻഡ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എറണാകുളം പോവാൻ പാടില്ല. ഞാൻ കരുണാകരനോട് പറഞ്ഞു കോൺഗ്രസിന്റെ കസാല എനിക്കൊരു പുല്ലാണ്. എന്റെ ഷേഖ് മടൂർ അബൂബക്കർ മുസ്ലിയാർ ഉത്തരവിട്ട് കഴിഞ്ഞു, കോൺഗ്രസ് ഇല്ലെങ്കിലും സാരമില്ല, ഞാൻ എറണാകുളം പോകും. ലീഗിന്റെ നേതാക്കളോട് അന്ന് ഞാൻ പറഞ്ഞു, നിങ്ങൾ കളിക്കുന്നത് AP-ന്റെ കൂടെ അല്ല, അള്ളാന്റെ CM വലിയുള്ളാഹി അവര് ഉത്തരവിട്ട് കഴിഞ്ഞു, നിങ്ങൾ ഇനി വിജയിക്കൂല. അന്ന് എറണാകുളം നടന്ന സംഭവം എന്താ? ലക്ഷക്കണക്കിന് ആൾക്കാർ. ഇത് കണ്ട് ഞാൻ പറഞ്ഞു, ഇപ്പോഴെങ്കിൽ നിങ്ങളൊന്ന് തീർത്തിക്കൂടെ? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ രണ്ട് വിഭാഗത്തിൽ രണ്ട് SKSSF എന്ന് പറഞ്ഞ ഉള്ള എന്തെന്നായിലുള്ള ഇപ്പൊ ഏതെങ്കിലും ഒന്ന് തൊടാൻ പറ്റിയതുണ്ടോ? പാവം ആ അസ്ഹറി തങ്ങള് അന്ന് ഞാൻ മിനിസ്റ്ററുടെ കാലത്ത് ഞാൻ തങ്ങള് കണ്ടു. ഞാൻ ലീഗാരെ വിളിച്ച സമ്മേളനത്തിന് ഞാൻ നിരാകരിച്ചിട്ടില്ല. ജാമിയ നൂറിയ സനത് ദാനം ഉദ്ഘാടനം ചെയ്തത് ഈ CM ഇബ്രാഹിമാണ്. ഞാന് ലീഗിന്റെ മുകളിലോ SKSSF-ന്റെ മുകളിലോ എനിക്ക് ദേഷ്യമില്ല. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ചെയ്തോണ്ട് പോയാൽ, നിങ്ങൾ പാഠം പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ അടിയാളം കേരളത്തിൽ ഉണ്ടാവൂല. അതാണ് നിങ്ങൾ ഓർമ്മിക്കേണ്ടത്. വളരെ എനിക്ക് വേദനിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഇന്ന് മർക്കസ് AP ഉസ്താദ് പാർട്ടിയല്ല. ഞാൻ കോഴിക്കോട് ഇലക്ഷൻ നിന്നേരം AP ഉസ്താദ് എന്നെ സഹായിച്ചിട്ടില്ല. എനിക്ക് പരാതിയില്ല. കാരണം ഇവിടെ സുന്നത്ത് ജമാഅത്തുള്ളത് രാഷ്ട്രീയക്കാരെ ജയ് വിളിക്കാനല്ല. സുന്നത്ത് ജമാഅത്തുള്ളത് നാരെ തക്ബീർ അല്ലാഹു അക്ബർ എന്ന് വിളിക്കാനാണ്. നേതാക്കന്മാരും മന്ത്രിമാരും തെറ്റിയതാൽ ആ മന്ത്രിമാരെ പിന്നിൽ തലയെക്കെട്ടും വെച്ചിട്ട് മന്ത്രിമാരെ ജയ് വിളിച്ചാൽ കാണാൻ എത്ര സുഖം ഉണ്ടാവും. ഇത് ആരെങ്കിലും രാഷ്ട്രീയക്കാരാ നിങ്ങൾ ചിന്തിച്ചിനോ? ആലിമിന്റെ സ്ഥാനം എന്താ? ഉലമാക്കളുടെ സ്ഥാനം എന്താ? ഇത് രാഷ്ട്രീയക്കാരാ ഇനി മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ ഇതിന്റെ അസ്തിത്വം ഉണ്ടാവൂല എന്ന് പറയാനാണ് ഇന്ന് ഞാൻ ഇവിടെ എത്തിച്ചേർന്നത്. അൽഹംദുലില്ലാഹ് ഇന്നും ഞാൻ പരിശ്രമിക്കുന്നുണ്ട്. ഈ രണ്ടിനും എങ്ങനെയെങ്കിലും ഒന്നാക്കണം. പക്ഷെ ചില സോഡാ കുപ്പികൾ ഉണ്ടായില്ല. ഇത് ഒന്നായി പോയാല് ഓല പീടിയ അങ്ങ് കൂട്ടിപ്പോവൂലേ? അതാണ് അവർക്കുള്ള ഏറ്റവും വലിയ ചേകണ്ണൂർ. ഞാൻ 5 കൊല്ലം മുമ്പ് 2 കൊല്ലം മുമ്പ് CBIന്റെ ഡയറക്ടർ AP ഉസ്താദിന് നോട്ടീസ് കൊടുക്കുമ്പോ ഡയറക്ടർ ഞാൻ സ്വയം പറഞ്ഞു,
വല്ലതെന്തെങ്കിൽ CBIക്കാർ എന്തെങ്കിലും തെറ്റ് അഗൗരവം കാണിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒട്ടാകെ മാത്രമല്ല ഇന്ത്യ നാട്ടിൽ തന്നെ തീ ഒഴിക്കും. ഉടനെ CBIക്കാർ എൻക്വയറി നടത്തി മാന്തി എന്താ കിട്ടിയ ചെരുപ്പ്, പഴയ തുണി, ചേകന്നൂർ ഏരിയ ഉള്ളതെന്ന് ഇതുവരെ അവർക്ക് കൊടുത്താൻ കിട്ടിയിട്ടില്ല. അവസാനം അൽഹംദുലില്ലാഹ് സുപ്രീം കോർട്ട് വരെ പറഞ്ഞു. ഇത് എനിക്കൊരു വിശ്വാസം, ഖയാമത്ത് വരെ മർക്കസു സഖാഫത്തു സുന്നിയ അൽഹംദുലില്ലാഹ് ഇനി ഉയർന്നുകൊണ്ട് പോകുന്നല്ലാണ്ട് ഇത് തകരൂല്ല. മർക്കസിന് കാവലാര മന്ത്രിയാ അല്ല. ഒരു ഭാഗത്ത് ഷെയ്ഖുന മടൂർ അബൂബക്കർ മുസ്ലിയാർ, രണ്ടാമത്തെ ഭാഗത്ത് വടകര മുഹമ്മദ് ഹാജി മഹാനവർകൾ ഖദ്ദസല്ലാഹു സിർറഹു. താടിയില്ലാത്ത എനിക്ക് ഈ വിഷയം മനസ്സിലായിട്ടില്ലെങ്കിൽ SKSന്റെ മുസ്ലിയാർക്ക് മനസ്സിലായിട്ടില്ല എന്ന് പറഞ്ഞാല് എന്തോരം ഹംക്കിങ്ങളാ. കിതാബ് ഓതാത്ത എനിക്ക് അള്ളാഹ് തൗഫീഖ് കൊടുത്തിന്, ഇവർക്ക് അള്ളാഹ് എപ്പോഴാ തൗഫീഖ് കൊടുക്ക റബ്ബേ? പിണറായി വിജയൻ വന്ന് തെറ്റ അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ 3 ദിവസം ഒരു യഹൂദി അതിഥിയായി നിന്ന് 3ാമത്തെ ദിവസം വയറ് വെടുക്കായി കിടക്കുന്ന വസ്ത്രം നശിപ്പിച്ചു. യഹൂദി മടങ്ങിപ്പോയി. അഷ്റഫുൽ ഖൽഖ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വന്തം അത് ക്ലീനാക്കിക്കൊണ്ട് നിൽക്കുമ്പോ വാള് മറന്നുപോയ യഹൂദി തിരിച്ചു വന്നു, കണ്ടപാട് പറഞ്ഞതെന്താ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിൽ 3 ദിവസം യഹൂദി